ഹലോ ഫ്രണ്ട്സ്, ഞാനിവിടെ ഒരു ചോറിന് കൂട്ടാൻ പറ്റിയ ഒരു നാടൻ വിഭവമാണ്, ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ ഇളവനും മാങ്ങയും ചക്കക്കുരും കൂടി ഉള്ള ഒരു കറിയാണ്. നല്ല നാടൻ സ്റ്റൈലിലാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അതും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം ഈ കറി. അതിന് വേണ്ടത് ഒരു കഷ്ണം ഇളവനാണ്. ഇതിപ്പോൾ ഒരു പകുതി ഇളവുണ്ട്, ഞാൻ അത് മുഴുവൻ എടുക്കുന്നില്ല, അതിൻ്റെ പകുതി. പിന്നെ ഒരു കഷ്ണം മാങ്ങ, ഒരു 5 ചക്കക്കുരു, അതെല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 5 ചക്കക്കുരുവോളം എടുത്താൽ മതി. ചക്കക്കുരുവും മാങ്ങയും ഇളവനും കൂടിയാണ് ഇന്ന് ഒരു കറി വയ്ക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ചക്കക്കുരു ഇതുപോലെ 4 ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്കിതെല്ലാം ഒന്ന് കുക്കറിലിട്ടിട്ട് ഞാൻ വേവിക്കാൻ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി അടുപ്പിലിട്ട് വേവിക്കണം എന്നുണ്ടെങ്കിൽ അതാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ എൻ്റെ അടുത്ത് അടുപ്പില്ല, ഗ്യാസാണ്. അവിടെ ഞാൻ കുക്കറിലിട്ടിട്ട് ഒരു 2 വിസിൽ വരുത്തിയിട്ട് ഇതൊന്ന് നന്നായി വേവിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിലേക്ക് ഇതെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിക്കാൻ പോവാണ്. കുക്കറിലേക്ക് എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പൊടികൾ ഇടണം. ഒരു 3/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ ഇടുന്നത്. എൻ്റെ ചെറിയ സ്പൂണായിട്ടാട്ടോ ഞാൻ 2 പ്രാവശ്യം ഇട്ടത്. അപ്പോൾ നിങ്ങളൊരു 3/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ 1 സ്പൂണോളം മുളക് പൊടി ഇടണം. ഞാനിവിടെ എരിവ് കുറവുള്ള കാശ്മീരി ചില്ലിയാണ് ഇടുന്നത്. നിങ്ങൾ സാധാ മുളക് പൊടി ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ അതിട്ടിട്ട് നമുക്കിവിടെ ചെറിയ മോനുള്ളതുകൊണ്ട് കുറച്ച് എരിവ് കുറവായിട്ടാണ് ഞാനിവിടെ കറിയൊക്കെ വെക്കാറുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഇട്ടതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് പിന്നെ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കണം. അത് വേവിക്കാൻ വെന്ത് വരുന്ന ആ ഒരു തക്ക വെള്ളം മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. കൂടുതലായിട്ട് വെള്ളം ഒഴിക്കേണ്ട. അത് വെന്ത് 2 വിസിൽ വരുമ്പോഴേക്കും നമുക്കതിൻ്റെ അരപ്പൊന്ന് തയ്യാറാക്കാം. ഞാനൊരു കപ്പ് നാളികേരം ചിരവിയത് ഇതിലേക്ക് ഈ മിക്സിയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നാളികേരമൊക്കെ ചിരവിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് ഇതുപോലെ പെട്ടെന്ന് കറികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിട്ട് കഴിയും. അപ്പോൾ ഞാൻ നാളികേരം ചിരവി വയ്ക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ ഞാൻ ഇത് ഇടുന്നുണ്ട്. അപ്പോൾ നാളികേരം ചിരവി ഞാൻ ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചതാണ്. അതൊരു കപ്പും പിന്നെ ഒരു നുള്ള് ജീരകവും കൂടി അതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് അത് നന്നായി ഒന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് നന്നായി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ചെറിയ ജാർ എടുക്കുക. കുറച്ച് നാളികേരം ആയതുകൊണ്ട് നമുക്ക് അരഞ്ഞ് കിട്ടാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാനത് നന്നായി ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് കുക്കർ ഒന്ന് റെഡി ആയിട്ടുണ്ടോ നോക്കണം. കുക്കർ ഞാൻ തുറന്നിട്ടുണ്ട്. നന്നായി വെള്ളരിക്കും ചക്കക്കുരും മാങ്ങയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചക്കക്കുരു ഒന്ന് നോക്കുക. ചക്കക്കുരു വെന്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 വിസിലും കൂടി വരുത്തി വയ്ക്കുക. അപ്പോൾ എനിക്കിവിടെ 2 വിസിൽ വന്നപ്പോൾ തന്നെ ചക്കക്കുരു നന്നായിട്ട് നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ചട്ടിയിലേക്കാണ് ഒഴിക്കുന്നത്. കുക്കറിൽ തന്നെ വേണമെങ്കിൽ കുക്കറിൽ തന്നെ വെച്ചിട്ട് കറി ഉണ്ടാക്കാം. പക്ഷേ നമ്മൾ ഒരു ചട്ടിയിലൊക്കെ കറി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ്. അടുപ്പിൽ വെച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കുക കേട്ടോ. എനിക്ക് അടുപ്പില്ലാത്തതുകൊണ്ട് ഞാൻ അടുപ്പ് ഒഴിവാക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചട്ടിയിൽ വെച്ചിട്ട് ഈ കറി ഉണ്ടാക്കിയാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ചട്ടി നന്നായി ചൂടാക്കിയതിന് ശേഷം ഈ വെന്ത കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 2 സെക്കൻഡ് ഇതൊന്ന് തിളയ്ക്കണം. നന്നായി ഒന്ന് തിളയ്ക്കണം കേട്ടോ. നന്നായി ഒന്ന് ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പം ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇളവനും ചക്കക്കുരുക്ക് ഒന്ന് ഉടച്ചു കൊടുക്കാം. കഷ്ണം വേണമെങ്കിൽ കുട്ടികൾ ഈ കഷ്ണങ്ങളൊന്നും കഴിക്കാത്ത കുട്ടികളുണ്ട്. അപ്പം നമുക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഉടച്ചു കൊടുത്ത് കഴിഞ്ഞതിന് നന്നായി തള വന്നതിന് ശേഷം നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് പാർന്നിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഗ്യാസ് സിമ്മിലാക്കണം. ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒന്ന് തള വരാനേ തുടങ്ങാൻ പാടുള്ളൂ. ഇതുപോലെ തള വന്നു കഴിഞ്ഞാൽ നമുക്ക് വേഗം അതിലേക്ക് കറിവേപ്പില ഇട്ടിട്ട് അതൊന്ന് കറിവേപ്പില ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിടണം. കാരണം മണ്ണിൻ്റെ ചട്ടി ആയതുകൊണ്ട് ചൂട് ഇങ്ങനെ നിൽക്കും. അതുകൊണ്ട് തിളച്ച് വരുമ്പോഴേക്ക് കൂട്ടാൻ അങ്ങോട്ട് പിരിഞ്ഞ് വരും നാളികേരം ഒഴിച്ചുകൊണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ തള വരുമ്പോഴേക്ക് കറിവേപ്പിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതുപോലെ 2-3 തള ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പൊന്തി വരുമ്പോഴേക്ക് നമുക്ക് ഗ്യാസ് വേഗം ഓഫ് ചെയ്യണം കേട്ടോ. ഓഫ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വയ്ക്കാം.
ഇനി നമുക്കിതിലേക്ക് വറുത്തിടണം. വറുത്തിട്ടാൽ ആണ് കൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ആ വറവിൻ്റെ ടേസ്റ്റാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് നല്ലൊരു നാടൻ കറിയാണ്. ഇത് മാത്രം മതി കേട്ടോ നല്ലോണം ചോറുണ്ണാൻ. അത്രയും നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് എന്തായാലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഞാൻ വറവിടാൻ വേണ്ടിയിട്ട് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കടുക്, കുറച്ച് ഉലുവ, കറിവേപ്പില, ഇത്ര സാധനങ്ങൾ മതി നമുക്ക് ആ ഇതിലേക്ക് വറവിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പട്ട കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഫ്രഷ് കറിവേപ്പിലാണെങ്കിൽ അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഞാനൊരു ചീൻചട്ടി നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയിൽ വറവിടുന്നതാണ് കേട്ടോ ടേസ്റ്റ്. കാരണം നാടൻ കറിക്ക് എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുക. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക്, ആദ്യം കടുകാണ് ഇടുന്നത്. കുറച്ച് കടുക് അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ എന്നാലും ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആവശ്യത്തിന് കടുകിട്ട് കടുക് ഒന്ന് നന്നായി പൊട്ടി വരുമ്പോൾ പിന്നെ നമ്മൾ ഇതിലേക്ക് ഇടുന്നത് ഉലുവയാണ്. നമ്മളിവിടെയൊക്കെ പുളിയുള്ള കറികളിലെല്ലാം ഉലുവ ഇട്ട് വറവിടും. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ആ ഉലുവേൻ്റെ ആ ഒരു സ്മെല്ല് നല്ല കയ്പൊന്നും ഉണ്ടാവില്ല, നല്ലൊരു ടേസ്റ്റാണ്. ആ ഉലുവ 1-2 സെക്കൻഡ് കഴിഞ്ഞ് ഉലുവ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ഈ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ടിട്ട് ഗ്യാസ് വേഗം ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. കടുക് കരിഞ്ഞാൽ കറിക്ക് തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വേഗം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അതിലേക്ക് ഒഴിക്കുകയാണ് ഞാൻ. നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കൈയൊന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ ഞാൻ വറവൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാക്കി നോക്കണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതിൻ്റെ എന്തൊക്കെയാണ് നിങ്ങൾ വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്